ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ മധ്യപ്രദേശിൽ നിന്നും, അതായത് മധ്യപ്രദേശിലെ കാനായിൽ നിന്നും നാഗ്പൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നല്ല വിളഞ്ഞ് നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾ ഇങ്ങനെ നല്ല സ്വർണ്ണ നിറത്തിൽ അങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാം വിചാരിച്ചിറങ്ങുക. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഹലോ മാം സാബ്. ഹലോ. ഇതൊന്നും കാണുന്നില്ലേ, ഇറങ്ങുന്നില്ലേ? ഗോതമ്പ് പാടം ഇല്ല, ഓടുന്നൊന്നുമില്ലേ? ഓടിയതാ ഓൾറെഡി. ഗോതമ്പ് പാടത്തിൽ കൂടെ ഓൾറെഡി ഓടി കഴിഞ്ഞാണ്. അതെയാ? ഒന്നും കൂടെ ഇനി വേണ്ട, മുതു വെയിലാണ്. നല്ലൊരു റീലെടുത്താലോ? രാവിലെ വീണ് മുട്ട് പൊട്ടിപ്പോയി. ആണോ? ആ, ഇനി ഓടത്തില്ല. റീലെടുത്താലോ? അങ്ങോട്ട് പോയപ്പോ ഗോതമ്പോടെ എടുത്ത് നന്നായി കേട്ടോ. ഒരെണ്ണം കൂടെ എടുത്താലോ? വേണ്ട, എന്നാ പോവാല്ലേ? പോവാം. മൊട്ടക്കൊന്ന് ഇറങ്ങി പോകുന്ന എവിടെയാ? മൊട്ടക്കൊന്ന് എടുക്കണ്ടേ? എന്നിട്ട് കേറാൻ പറ്റുന്നുണ്ടായിരുന്നോ? നല്ല രസമാണ്. കേറാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇറങ്ങി വരാൻ മേലായിരുന്നോ? ഡുവറ്റ് പാടായിരുന്നല്ലോ. അയ്യോ, അച്ചക്കുട്ടൻ തന്നെ ഇറങ്ങി വരാഞ്ഞേ. മടിയൻകുട്ടൻ ഇവിടെ നോക്ക്. മഹാരാഷ്ട്രയിലെ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. സമയം ഇപ്പൊ 4:04. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മൾ കയ്യിലുണ്ടായിരുന്ന ചെറിയ നട്ട്സ്, ബിസ്ക്കറ്റ്സ്, കേക്കൊക്കെ പോലെ സ്നാക്സ് കഴിച്ച് വന്നു. ഇപ്പോൾ ഗ്വാലപ്പാർ എന്ന് പറയുന്ന സ്ഥലത്ത് വില്ല 44 എന്ന ഹോട്ടലിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ കഴിയും. പൈപ്പൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ലാംപ്സ്, ലൈറ്റ്സ്, മെറ്റാലിക് സാധനങ്ങളാണ്. ഫുഡ് കഴിച്ചു നോക്കാം. ബർഗർ. സ്ഥലം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ദ പ്ലേസ്? ഡെക്കറേഷൻ ഒക്കെ വാഷ് ബേസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. സാധാരണ ജാഗുവാറിന്റെ ആയിരിക്കും, പക്ഷെ ഇത് ഭയങ്കര ഡിഫറെന്റ് സ്റ്റൈലാണ്. ഓക്കെ, വിൽ ടേക്ക് എ ഷോട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, ഞാനാണ് സ്ക്രാച്ച് ആക്കിയ നോട്ട്. നീ തന്നെ വീണല്ലേടി? വണ്ടിക്ക് സ്ക്രാച്ച് ആയതുകൊണ്ട് എനിക്ക് സ്ക്രാച്ച് ആയതുകൊണ്ട് അവിടെ അക്വേറിയാണോ ഗ്ലാസ് ഇട്ടൊരു സാധനം? എടി, ഞാൻ ഓടിച്ചാടി വന്നില്ല.
4 സ്റ്റെപ്പ് വെച്ചാൽ എന്നിട്ട് ഞാൻ ചാടി ഓടി ഇന്നത്തെ സന്ദർഭത്തിൽ പപ്പ ഓടി വരും. മമ്മി കറക്റ്റ് സമയം എനിക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത എന്നെ ആരാണ്ട് തള്ളി ഇട്ട പോലത്തെ ഫീലായിരുന്നു എനിക്ക്. എന്നെ ആരാണ്ട് തള്ളി ഇട്ട കേട്ടോ. ഇനി നിർത്തട്ടെ ഇപ്പൊ അകത്ത് കയറി പോയിട്ട് D801 हाँ क्या आज आना है। हाँ पहले भी आए थे ना। हाँ पहले भी आया था लास्ट 3 days back 2 दिन पहले ठीक है ना। हाँ ഇത് അഭിഷേകമാണോ അതിനകത്ത് 3D801 എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ പേരെന്നാ? 3D801 3D801 വേറൊരു അപ്പാർട്ട്മെന്റ് ആണ്. വേറെ അപ്പാർട്ട്മെന്റ് സെയിം ഓണർ. ഓക്കെ, പോയി നോക്കാം ഇന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാവേ. മറന്നു പോയെങ്കിൽ ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ നാഗ്പൂരിലെ ഫസ്റ്റ് സിറ്റി മിഹാനിലെ സിംഫണി അപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. നമ്മളിവിടെ ഫസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ, അതായത് കാന നാഷണൽ പാർക്കിലേക്ക് നമ്മൾ പോയപ്പോൾ ഒരു ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ നമുക്കിവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പോൾ 2 ദിവസം സ്റ്റേ എടുത്തിരിക്കുകയാണ്. ഇന്ന് നാഗ്പൂർ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ വെച്ച് നമ്മൾ പോകുന്നത്? ഓറഞ്ച് ഫാമിൽ. ഓറഞ്ച് ഫാം കാണാൻ പോവുകയാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദീക്ഷഭൂമി എന്നൊരു സ്തൂപ കാണാനും പ്ലാനുണ്ട്.
അവിടെയാണ് ഡോക്ടർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത്. 1956 കുറേ ഫോളോവേഴ്സും അംബേദ്കറും ചേർന്ന് ബുദ്ധമതം സ്വീകരിച്ച സ്ഥലമാണ് ദീക്ഷഭൂമി. പോയിട്ട് വരാം. നാഗ്പൂർ ഈസ് ഫേമസ് ഫോർ ഓറഞ്ചസ്. അതല്ല നമ്മൾ ഓറഞ്ച് ഫാം നോക്കാൻ പോകുന്നത്. നാഗ്പൂർ ഓറഞ്ചസ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? നമ്മുടെ നാട്ടിലെല്ലാം വരുന്ന ഓറഞ്ചസ് നാഗ്പൂർ ഓറഞ്ചസ് ആണ്. സോ നമുക്ക് ഫാമിൽ നിന്ന് പോയിട്ട് ഓറഞ്ച് വാങ്ങിയിട്ട് വരാം. കം ഓൺ, ലെറ്റ്സ് ഗോ. പാർക്കിംഗ് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ബേസ്മെന്റിലേക്ക് പോകും. നമ്മൾ ആ റാമ്പ് വഴി മേലെ വന്നല്ലേ പാർക്ക്. ഓ ഇങ്ങനെ ഓറഞ്ചിൻ്റെ സീസൺ അല്ല ഇപ്പോൾ. ദീപാവലി സമയത്ത്, അതായത് ഒക്ടോബറിലൊക്കെയാണ് ഓറഞ്ച് സീസൺ. ഇപ്പം അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് ഒന്നും കാണാനില്ല. ഇവിടെ ട്രീസ് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് മരങ്ങൾ കണ്ടിട്ട് വരാം, ഫാം കണ്ടിട്ട് വരാം. ഇതാണ് ഓറഞ്ച് ട്രീ. ലെമൺ ട്രീ പോലെ ഉണ്ടല്ലേ? ലെമൺ അതിന്റെ അടുത്തേക്ക് നിൽക്കൂ, അടുത്തേക്ക് നിൽക്കൂ പ്ലീസ്. നാരകത്തിന്റെ ലീഫ് പോലെ, അതായത് ചെടി പോലെ തന്നെയുണ്ട്. വലുതാന്നേ. ഒന്നും കൂടി പറയാം. ഇത് കണ്ടാലേ നാരകത്തിന്റെ ചെടി പോലുണ്ട്. നാരങ്ങ ഉണ്ടാകുന്ന ലീഫല്ല, അതേപോലെ. ഓറഞ്ചിയുടെ മണമില്ല ലീഫിന്. മണമുണ്ടോ? നോക്കാം. ഉണ്ട്. സ്മെല്ലുണ്ട്, ഓറഞ്ച് സ്മെൽ. ഒത്തിരി നേരം നോക്കി ഇങ്ങനെ. നിനക്ക് കിട്ടുന്നില്ല, ഇത് നോക്ക്. ഇവനെ മൂക്കടഞ്ഞു പോയാൽ അവന് കിട്ടുന്നില്ല. ശരിക്കുണ്ട് സ്മെല്ല്, ഒരു ഇങ്ങനെ വിറ്റമിൻ സി സ്മെൽ. ഇതെന്താ? ഓ, ഇതിനകത്ത് നമുക്ക് പോകത്തില്ല. ഉണ്ടോ ഈ സാധനത്തിന് നമ്മൾ കാണുന്ന പറഞ്ഞത്. നമ്മുടെ കാലെല്ലാം മനയും ചതുപ്പ് പോലെയാണ് തോന്നുന്നുണ്ടത്. ഇത് വേറെ എന്തോ ടൈപ്പ് പ്ലാന്റാ. ഷുഗർ കെയിൻ അല്ലേ? ഇല്ല. ഈ എന്നെ ചെറുതാ പറഞ്ഞു. എന്റെ കാലം ഷൂ വെച്ച് പുറകെ ചെയ്തു. ആൾക്കാരുടെ പിള്ളേരൊക്കെ ഉള്ളതാണ്. ഓറഞ്ച് ഫാമിനകത്തേക്കൊന്നും നമുക്ക് കയറി പോകാൻ പറ്റില്ല. വേറെ എന്തോ ഒരു പ്ലാന്റ് ഉണ്ട് അതിനകത്ത് നിറയെ, ചതുപ്പ് പോലെയാണ്. അവർ പറഞ്ഞു ഇതിനകത്ത് നിറയെ വെള്ളം ഉണ്ടാവും, നിങ്ങളുടെ കാലും ഡ്രസ്സെല്ലാം നനയും, അകത്ത് പോകരുതെന്ന് പറഞ്ഞു. ചതുപ്പ് പോലെയൊന്നുമല്ല, വേറെ ചെടികളുണ്ട്. അതുകൊണ്ട് നമുക്ക്
പോകത്തില്ല. അത് പോകത്തില്ല. അത് എത്രയോ ഹൈറ്റില്ല മറ്റേ പ്ലാന്റ് വയ്ക്കും. അതായത് ചാലുകളുണ്ടെന്നാ പറഞ്ഞത്. വെള്ളത്തിന്റെ ചാലുണ്ട്. ഇതുണ്ടോ വെള്ളത്തിന്റെ ചാൽ ഇടയ്ക്കൂടെ? അവിടെ എന്തോ ഒരു കുഞ്ഞ് അതെന്താ ഇതോടെ നില ഒരുക്കിയിട്ടേക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫാം ലാൻഡ് അപ്പുറത്തേക്ക്. നാരങ്ങയുടെ മണം എനിക്ക് വരുന്നത്. നാരങ്ങ പോലെ ഇതിന്റെ പേര് എന്താ ഇവിടെ എല്ലാം ഫാമേഴ്സ് ആണ്. എന്താ ഒച്ച ആനിമളാണോ? നാരങ്ങ ഈ പച്ച നാരങ്ങ ഇല്ലെന്ന് ഇപ്പൊ അതെല്ലാം ഉണ്ടാകത്തില്ലെന്നോ? എല്ലാം ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ? പച്ചനാരങ്ങ പോലും ഇല്ല. ചോദിച്ചാ അതിന്റെ ചെറുതല്ലോ. ആ ഉണ്ട് പച്ചനാരങ്ങ. എന്നെ തുള്ളി വിടുന്നു. എവിടെ എവിടെയാ ഇടയ്ക്കൂടെ ചെറിയ പച്ച ഉണ്ട്. പച്ച കണ്ടോ അപ്പ? എവിടെയാടി? വളരെ കുഞ്ഞു കണ്ടോ? വളരെ ചെറുത് നിൽക്കുന്നേ. അതെ 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 അതെ. See this? Very small. അതിനേക്കാളും വലുതുണ്ട്. ഞാൻ അതിനേക്കാളും വലുതാ കണ്ടേ. ഏതാ? ഇച്ചിരൂടെ അങ്ങ് ചോട്ടിലേക്ക് പോകും. ഇച്ചിരൂടെ ബിഗ് കണ്ടോ? 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 അത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Yes. ഇതിന്റെ കുഞ്ഞു ഇത് കണ്ടോ കായ്ച്ചു വരുന്നേ. Yes. നമ്മള് വന്ന ടൈം തെറ്റിപ്പോയി. ഓക്കേ. ഓറഞ്ച് മരങ്ങൾക്കിടയ്ക്ക് വേറെ ഒരു കൃഷി. കുറെ പ്ലാന്റുകൾ ഇങ്ങനെ നിൽക്കുന്ന എടുത്തോ. അച്ചു പോവാണോ? പിള്ളേരോട് അതേ കുറിച്ച് പോയിട്ട് കുറച്ച് സംസാരിച്ച് എന്തെങ്കിലും ഇത് നേരത്തെ മാത്രം ഇച്ചിരി അതേമാതിരി കുഞ്ഞത് പറിക്കട്ടെ. കുഞ്ഞിനെ ഓറഞ്ച് പറിക്കട്ടെ. വല്ല മഴക്കുറയോ? ശരിയാണെന്നും പറിച്ചു. കുറച്ച് ഇതായിട്ടുള്ള പറിച്ച് കാണിക്കും. ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക ക്യാമറയില്. ഇതുണ്ട് ഓറഞ്ചിന്റെ കുഞ്ഞത് പച്ച. ഓക്കെ. വണ്ടിക്കിട്ട് ഒഴിച്ചു വിടരുതേ. ഇതാണ് ആ സാധനം. ഇത് നോക്കാം. ഇതിന്റെ കണ്ടോ പ്ലാന്റ്? അറിയില്ല. ഇതാ തണ്ണി വിടുന്നെന്ന് പറഞ്ഞ. ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഡ്രസ് നനയുന്ന ചോദിക്ക. ये किस महीने में फल मिलता है ऑरेंज? किस महीने में मिलता है ऑरेंज? ये अपना दीपावली में। हाँ, अभी जो बारीक खड़े लगे उसमें। उसके बीज क्या है वो पौधे? ऑरेंज ट्री के बीज पौधे, वो पौधे क्या है? कौन से पौधे प्लांट्स? वो वाले? वो वाले है मक्का। മക്കാച്ചോളം. കോണ. ഓക്കെ.
ഇയർലി ഒരു തവണ ഇത് കിട്ടുള്ളൂ എന്ന് ചോദിച്ചു ഓറഞ്ച്. ഇയർലി साल में एक बार मिलते हैं ऑरेंज? हाँ हाँ एक बार, सिर्फ एक बार। एक बार हाँ, सिर्फ एक बार. एक ही बार। नवंबर मंथ दिवाली. हाँ दीपावली ओहो. अभी उसको बारीक लगा है उसमें। हाँ हाँ बारीक എന്ന് പറഞ്ഞാൽ बारीक मतलब हाँ सीड ये इतनी बड़ी बड़ी खड़े है अभी। ओ ओके ओके ओके. दीपावली में इतने बड़े आ जाते हैं। हाँ अब छोटा छोटा है. हाँ हाँ ओ छोटा है। हाँ साइड में हो जाओ गाड़ी जाने के। हाँ हाँ जी जी जी. कितना फार्म है इस तरह, कितना फार्म है इधर से इधर से बहुत है। बहुत है. हाँ हाँ सब अपने अपने खेत पे लगा है। ओहो എല്ലാവർക്കും അവരുടെ ഫാമിലി ഫീൽഡിൽ ओहो ओके ओके. ഓക്കെ. अरे ना दें ചോദിക്കാന്ന് ചോദിക്കി. हम बहुत दूर से आया ऑरेंज देखने के लिए बट चेन्नई से. चेन्नई से। ओके ഓക്കെ. ओके ओके थैंक यू थैंक यू। थैंक्स. थैंक यू। നമ്മളിവിടെയൊക്കെ വന്ന് കുറേ ഇങ്ങനെ കറങ്ങി നോക്കി കേട്ടോ. പല സ്ഥലത്തൂടെ ഓറഞ്ച് ഫാം ഗൂഗിൾ കാണിച്ചെന്ന വഴിയിലൊക്കെ പോയി. ലാസ്റ്റ് ഇവിടേക്ക് വന്ന് നോക്കി. ഇവിടെ കുറച്ച് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഓറഞ്ച് ഇപ്പം വളരെ കുഞ്ഞായിട്ട് അതിങ്ങനെ പിഞ്ചുണ്ടായി വരുന്നേ ഉള്ളൂ. ദീപാവലിയുടെ സമയത്താണ് അവർ വിളവെടുപ്പ് നടത്തുന്നത്. വർഷത്തിലൊരിക്കലാണ് വിളവെടുപ്പ്. സോ നമ്മൾ ഓറഞ്ച് ട്രീസ് മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. നമുക്ക് ഓറഞ്ച് ഒന്നും വാങ്ങാനും കാണാനും ഒന്നും പറ്റിയില്ല. പക്ഷെ വെളിയിലൊക്കെ ഓറഞ്ച് അവർ വിൽക്കുന്നുണ്ട്. അവിടുന്ന് വാങ്ങാം. ഓക്കെ. Thank you for watching. Please like, share and subscribe for more videos. Bye.